തിയേറ്റർ ഓണറാണ്. ഇവിടെ ലാലേട്ടൻ്റെ എല്ലാ പടങ്ങളും ഒരുവിധം നന്നായിട്ട് പോയിരുന്നു. ലാലേട്ടൻ്റെ പുലിമുരുകനാണ് ഏറ്റവും നല്ല തിയേറ്ററിന് ഏറ്റവും നല്ല ബ്രേക്ക് ഉണ്ടായ ഒരു സിനിമ. അതിനുശേഷം പുള്ളിയുടെ എല്ലാ ഒരുവിധം പടങ്ങളെല്ലാം ഹിറ്റ് പടങ്ങളെല്ലാം നന്നായിട്ട് ഞങ്ങൾ കളിച്ചിട്ടുണ്ട്, നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് പടം. ഇന്ന് ലാലേട്ടൻ്റെ ജന്മദിന എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു പിറന്നാൾ ആശംസ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ വന്നിട്ട് ഏകദേശം ഇപ്പൊ ഈ ഡിസംബർ ആകുമ്പോൾ 44 വർഷം തികയും. അപ്പൊ എന്താ പറയാനുള്ളത്? വളരെ സന്തോഷം. ഇനിയും നല്ല സിനിമകൾ ഉണ്ടാകട്ടെ. ഇത് കാണാൻ ഞങ്ങൾ എന്തായാലും ഉണ്ടാവും. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടോ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടോ. പരിപാടികളൊക്കെ വരുമ്പോ വേണം, സ്ക്രീൻ ചെയ്യുമ്പോൾ വേണം അതിന്റെ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, ഹാപ്പിയാണോ? ഹാപ്പിയാണ്. എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി അടിപൊളി, സൂപ്പർ എക്സൈറ്റഡ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു പരിപാടിയില്. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടൻ. ഓക്കെ, ലാലേട്ടന് 44 വർഷത്തോളമായി ഏകദേശം. അപ്പം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? 44 ഒരു നമ്പറാണല്ലേ, അത് മുമ്പിലേക്ക് പോട്ടാനുണ്ട്. ഇനിയും പോട്ടെ, പിന്നല്ലേ. പൊളി. അതെ, പൊളി. അപ്പൊ ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടാ വന്നേക്കുന്നത്? ഇല്ല, ആഘോഷം ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആഘോഷമാണ്. ഓക്കെ, പിന്നെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയാറുണ്ടോ? ഓക്കെ. താങ്ക് യു. ആദ്യം തന്നെ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടനോട് പറയുന്നു. പുള്ളിക്കാരുടെ സിനിമ കാര്യങ്ങളെല്ലാം നമുക്കറിയാലോ. വലിയൊരു പ്രതിഭ തന്നെയാണ് ലാലേട്ടൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഈ പ്രോഗ്രാം അടിപൊളിയായിട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടൻ. വെരി ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. വി ലവ് യു ഓൾ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. 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 ഈ ഡിസംബർ ആകുമ്പം 44 വർഷം തികയും. താങ്കൾക്ക് എന്താ പറയാനുള്ളത്? 44 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാലയളവല്ലോ, വലിയ കാലയളവാണ്. ഇനിയും കാലങ്ങൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോട്ടെ. നല്ല നല്ല കഥാപാത്രങ്ങൾ ഇനിയും വരട്ടെ എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അത്രയും കാലം പുള്ളി ഫീൽഡ് നന്നായിട്ട് ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. പുള്ളിക്ക് ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രായത്തിലും പറ്റുന്ന ക്യാരക്ടറുകൾ, പിന്നെ ഈ ചെറു പ്രായത്തിൽ പോലും എന്താ പറയുക വലിയ ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതേ ഏജിൽ എത്തുമ്പോഴത്തേക്ക് അതിലും പെർഫെക്റ്റ് ആയിട്ട് ഇനിയും ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ ഒരു വിശ്വാസം. എല്ലാവിധ ആശംസകളും. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഞാൻ ജനിച്ചു വളർന്നപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന ലാലേട്ടന്റെ ഫിലിംസ്. അപ്പം എന്റെ പ്രായം പറയേണ്ടി വരില്ല. ഞാൻ വർഷങ്ങളായിട്ട് ലാലേട്ടന്റെ ഫിലിം കണ്ടു വളർന്ന. സത്യമായിട്ടതെ കേക്ക് വേണം. കാരണം ലാലേട്ടന്റെ എല്ലാ ഷോയിലും ഫാൻസിന്റെ കൂടെ ഇരുന്ന് കണ്ട് എന്താ പറയാ അഭ്യാസം ഒരുപാട് കാണിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അതിനുശേഷം സിനിമയിൽ വന്നതിന് ശേഷം എന്താ പറയാ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റും. വർഷങ്ങളായിട്ട് ലാലേട്ടന്റെ ഫാനാണ്. എന്റെ ചെറുതിലെ കാണുന്ന ലാലേട്ടന്റെ എന്റെ അമ്മാമ്മയുടെ വീട്ടിൽ. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആദ്യമായിട്ട് എനിക്ക് ലാലേട്ടന്റെ ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ ഭയങ്കര വലിയ സന്തോഷത്തിലാണ്. പിന്നെ ഭയങ്കര സന്തോഷം. കണ്ടില്ലേ ലാലേട്ടൻ പോലെ മുണ്ടൊക്കെ പറയും. എല്ലാ സിനിമകൾക്കും വലിയ എമ്പുരാൻ ഉൾപ്പെടെ 50 ദിവസത്തോളം ഈ തിയേറ്ററുകളിൽ ആദ്യത്തെ ഏതാനും ദിവസങ്ങളിൽ ഒരു ഷോ 24 ദിവസം ഓരോ ദിവസവും തന്നെ പ്രദർശിപ്പിക്കാനുള്ളൊരു വലിയൊരു സംഭവമായിട്ട് തന്നെ അത് മാറി. മാത്രമല്ല അതിൻ്റെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ചൊരു കളക്ഷൻ ഈ തിയേറ്ററിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുലിമുരുകൻ ഈ പറയുന്നത് പോലെ തന്നെ തുടർച്ചയായിട്ട് പല സിനിമകളും ഇതുപോലെ നല്ല സിനിമകൾ വളരെയധികം വലിയൊരു വിജയം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ബന്ധ തിയേറ്ററിൽ മാറാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഇന്ന് ഈ ബർത്ത്ഡേ ആഘോഷത്തിൽ പങ്കെടുക്കാനായി ഇവിടെ ഒരുപാട് ആരാധകർ എല്ലാവരും എത്തിയിട്ടുണ്ട്. അവരുടെ സന്തോഷത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ജന്മദിന ആശംസകൾ നേരുന്നു.